ലാൽ സലാം മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ തെലുങ്കിൽ നിന്നുള്ള ഋഷഭ ഇതാ എത്തുകയാണ്. ഋഷഭയുടെ ഗംഭീര അപ്ഡേറ്റ് ആണ് നാളെ എത്താൻ പോകുന്നത്. ഒരു പാൻ ഇന്ത്യൻ മൂവിയായി ഒരു സിനിമ എത്തുന്നു, അതും തെലുങ്കിൽ നിന്ന്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നായകന് അതൊരു സമ്മാനമായി. ബിഗ് ബജറ്റ് ചിത്രമാണ് വരുന്നത്. ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിൽ തന്നെ വരുന്നു. ആ സിനിമയുടെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ ഉണ്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ആദ്യം തന്നെ വരികയാണ്. എന്താണേലും ഒരേ സമയം സിനിമ എല്ലാ ഭാഷകളിലും വരികയാണ്. അതുമാത്രമല്ല, അവിടെ തെലുങ്കിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ മലയാളത്തിലുള്ള കാര്യങ്ങളും സിനിമയ്ക്ക് വരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് സിനിമ വരാൻ പോകുന്നത്. എന്താണേലും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. എന്തുകൊണ്ട് മോഹൻലാലിലേക്ക് ഈ ഒരു ചിത്രം വന്നെത്തി എന്നുള്ളതാണ്. തെലുങ്ക് പോലെയുള്ള ഒരു സിനിമാ മേഖലയിൽ എങ്ങനെ എത്തുമെന്ന് തോന്നുമെങ്കിൽ, ഇങ്ങനെ ഒരു ഗംഭീര സിനിമ ചെയ്യണമെങ്കിൽ അവിടെയെങ്ങും ഒരാളെയും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അത് മോഹൻലാലിലേക്ക് എത്തിയത്. അത്രത്തോളം അഭിനയ പ്രാധാന്യമുള്ള സിനിമ എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. VFX കാര്യങ്ങളെല്ലാം ഗംഭീരമായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് വേറെ തലത്തിലേക്ക് പോകും. ഒരു ചരിത്ര പുരുഷനായി മോഹൻലാൽ എത്തുമ്പോൾ അതാ തെലുങ്കിൽ നിന്ന് തീ പടർത്താൻ പോവുകയാണ് എന്നുള്ള റോർ ഓഫ് ഋഷഭ ടു ബി ഔട്ട് ടുമാറോ എന്നുള്ള ആ ടാഗ് ലൈനിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തായിരിക്കും അപ്ഡേറ്റ്? അതിന് റിലീസ് തീയതിയാണോ, ഫസ്റ്റ് ലുക്കാണോ, അങ്ങനെ ഓരോരോ കാര്യം. ഓൾറെഡി ഫസ്റ്റ് ലുക്ക് വന്നതാണ്. അതുകൂടാതെ വേറെ എന്തെങ്കിലും ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം പോസ്റ്ററോ അങ്ങനെ വല്ല ആണോ എന്നുള്ളത് നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.